നിങ്ങൾ പ്രാർത്ഥനയുടെ മനുഷ്യരായിട്ട് മാറണം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു ദിവസം വ്യക്തിപരമായിട്ട് പേഴ്സണായിട്ടിരുന്ന് ഒരു 2 മണിക്കൂർ പ്രാർത്ഥിക്കുന്നത്, സന്ധ്യാപ്രാർത്ഥനയല്ല, കൊന്ത ചെല്ലുന്നതല്ല, അല്ലാതെ പേഴ്സണലായിട്ട് ദൈവസന്നിധിയിലോ ദൈവിക ആരാധന 2 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ട്? കരമെത്തി പിടിച്ച് 2 മണിക്കൂർ പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ ഓക്കെ, അൽമായർ ആരെങ്കിലും? ആരുമില്ല. 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും? 1 മണിക്കൂർ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. 3-4 പേരുണ്ട്. അരമണിക്കൂർ പ്രാർത്ഥിക്കുന്നവർ. പ്രൈസ് ദി ലോർഡ്. ഇത് വളരെ പുറകിലാണ് പ്രാർത്ഥന. ഈ ഗ്രൂപ്പ് വളരെ പുറകിലാണ്. ഇത് പോരാ. നമ്മൾ സമയം കണ്ടെത്തി 1 മണിക്കൂറോ 2 മണിക്കൂറോ 3 മണിക്കൂറോ ഒക്കെ വചനം വായിച്ചും ദൈവത്തെ സ്തുതിച്ചും കൊന്തയിലും ഒക്കെ ഇരുന്ന് പ്രാർത്ഥിക്കണം. ഇനി അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അതിൻ്റെ അവസാന ഭാഗമായിട്ട് നമ്മൾ സ്തുതിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും. ദർശനങ്ങൾ, പ്രവചനങ്ങൾ, വെളിപ്പാടുകൾ, ഭാവി എല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും. ഇനി നമ്മൾ പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പാടുകൾ നൽകും. ഇതൊക്കെ ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഞങ്ങളുടെ പങ്കുവയ്ക്കുന്നത്. ഇതിനൊക്കെ പ്രാർത്ഥനയും ഉപവാസവും വിശുദ്ധ ജീവിതം അല്ലാതെ വേറെ ഒരു വഴിയില്ല. 4 നേരവും ഫുഡ് അടിച്ചിട്ട് പരിശുദ്ധാത്മാവ് സന്ദേശം തരുമെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ആരും പ്രതീക്ഷിക്കണ്ട. ഹല്ലേലൂയ. സുഖജീവിതം നയിച്ചിട്ട് ആത്മാവെ സംസാരിക്കണം, ഒരു നിവൃത്തിയില്ല. ഉപവാസം വേണം. അത് കഠിനമായി നന്നായിട്ട് ഉപവാസം എടുക്കണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം, മുട്ട നിൽക്കണം, കൈവിരിച്ചു പിടിക്കണം, മിറ്റില്ലേ നിന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് ആത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ മാത്രമേ അഭിഷേകത്തിലേക്ക് വരാനായിട്ട് പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ സമൂഹത്തിലുള്ള എല്ലാവരെയും ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. യേശു ആരാധന, ആരാധന, ആരാധന. സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, 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 സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ നന്ദി. ഈ സമൂഹത്തിൻ്റെ മേൽ ആത്മാവിൻ്റെ അഭിഷേകം നിറയട്ടെ, ആത്മാവിൻ്റെ ശക്തി നിറയട്ടെ, ആത്മാവിൻ്റെ അഭിഷേകം നിറയട്ടെ, ആത്മാവിൻ്റെ ശക്തി നിറയട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇവിടെ പറയുകയാണ്, എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവവുമായിട്ട് ബന്ധപ്പെടുക. നമ്മുടെ ഉള്ളിലുള്ള ദൈവാത്മാവ് ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മനുഷ്യാത്മാവിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് സന്ദേശങ്ങൾ പകർന്നു തരും. അങ്ങനെയാണ് നമ്മൾ ഈ രഹസ്യങ്ങൾ അറിയുന്നത്. എല്ലാം പിടികിട്ടിയോ? പിടികിട്ടിയോ? പറ. ഇല്ല, പിടികിട്ടിയില്ല. അതായത് നമ്മുടെ ആത്മാവ്, മനുഷ്യാത്മാവുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ്, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവുമായിട്ട് നല്ല ബന്ധത്തിൽ വരും. പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവം തന്നെയാണ്. ദൈവമായിട്ടുള്ള ത്രിയേക ദൈവമായിട്ടുള്ള വലിയൊരു ഒരു 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 എന്താ ഐക്യത്തിലേക്ക് വരും. അപ്പോൾ ദൈവം നമ്മുടെ ആത്മാവിൽ സംസാരിക്കും. നമ്മുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ നമ്മുടെ ആത്മാവിൽ സംസാരിക്കും. അപ്പോൾ നമ്മുടെ ആത്മാവിൽ നമ്മൾ സംസാരിക്കുകയാണ്. നമ്മുടെ ആത്മാവിൽ നമുക്ക് വെളിപ്പാടുകൾ ലഭിക്കുക. ഇത് ബുദ്ധിയിലല്ല ലഭിക്കുന്നത്, ഇത് ചിന്തയിലല്ല ലഭിക്കുന്നത്, ഇത് ആത്മാവിൽ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. UK എന്ന് ധ്യാനിക്കാമെന്നുള്ള ആരെങ്കിലും ഉണ്ടോ? UK-കാരെങ്കിലും? യു കെയിലാണ്. ഓക്കെ. വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. UK സീറോ മലബാർ രൂപതയുടെ പിതാവ് അഭിവന്യ പേരറിയോ? സാമ്പിക്കൽ പിതാവാണ്, ജോസഫ് സാമ്പിക്കൽ പിതാവ് അച്ഛനായിരിക്കുമ്പോൾ പാലായിൽ ആയിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അതിന് പാലായിലായിരിക്കുമ്പോൾ ഞാനിന്ന് പാലാ താബോർ ധ്യാനമന്ദിരത്തിൽ ധ്യാനം നിർത്തുമ്പോൾ അച്ഛൻ നമ്മുടെ എല്ലാ ധ്യാനത്തിനും ഒരു ദിവസം വരും, കുർബാന ചൊല്ലി വചനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ നല്ല കൂട്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുക. എന്താ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഞാൻ വെച്ചുകൊണ്ട് മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ കാണുകയാണ്, അച്ഛൻ മെത്രാൻ്റെ വേഷത്തിൽ തൊപ്പി വെച്ച് വടിയൊക്കെ പിടിച്ച് കുപ്പായൊക്കെ ഇട്ട് മെത്രാനായിട്ട് നിൽക്കുകയാണ്. ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. എന്നെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ്, ജോസഫ് അച്ഛൻ മെത്രാനാവും. ഞാൻ പറഞ്ഞു, അച്ഛാ, കർത്താവ് എന്നെ ഇങ്ങനെ കാണിക്കുന്നു, അച്ഛൻ ഒരു മെത്രാനാവും, ദൈവം ഉയർത്തും എന്ന് പറഞ്ഞു. അച്ഛനൊന്ന് ചിരിച്ചു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് അച്ഛൻ റോമിലേക്ക് പഠിക്കാൻ പോയി. എന്നാലും ഞങ്ങൾ തമ്മിൽ കണക്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അച്ഛൻ വന്നപ്പോൾ താബോറി പ്രോഗ്രാമിൻ്റെ വരുമായിരുന്നു. ഒരു ദിവസം അച്ഛന്
റോമിൽ നിന്ന് നാട്ടിൽ വന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാലായിക്കൊന്ന് വരണം, നമുക്ക് ഇച്ചിരി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പാലായിക്ക് ചെന്നു. അപ്പോൾ ഞാനും എൻ്റെ മൂത്ത മോനുണ്ട്, അവനെ വണ്ടി ഓടിക്കുന്നത്. ഞങ്ങൾ അവിടെ ചെന്നു. അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് പിതാവും വരുന്നത്. ഞങ്ങളവിടെ ചെന്ന് വെയിറ്റ് ചെയ്യുക അച്ഛൻ വരാനായിട്ട്. അന്ന് അച്ഛനാണ്. അപ്പം അച്ഛൻ വന്ന് കാറിൽ ഇറങ്ങി. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ പറയുക, നീ ഇറങ്ങിച്ചെന്ന കൈമുത്താൻ താമസിക്കാതെ മെത്രാനാവുന്ന പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പറയുക. അച്ഛൻ കാറിൽ നിന്നിറങ്ങി. ഞാൻ ചെന്നിട്ട് കയ്യെ പിടിച്ചു. അപ്പോൾ ഒത്തിനാളുകൂടിയാണ് കാണുന്നത്. കയ്യിൽ ഞാൻ ഉമ്മ കൊടുത്തു. വർത്താനമൊക്കെ പറഞ്ഞു. വീട്ടിൽ ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചു. എന്നിട്ട് ഞാനും അച്ഛനോട് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും ആ മെത്രാൻ്റെ വേഷത്തിൽ എന്നെ കാണിക്കുക. എന്നിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, താമസിയാതെ ഈ ഉന്നത പദവിയിലേക്ക് അച്ഛനെ ഞാൻ ഉയർത്താൻ പോകുന്നു. ഞാൻ പറഞ്ഞു, അച്ഛാ, താമസിയാതെ അച്ഛനെ മെത്രാൻ്റെ പദവിയിലേക്ക് ദൈവം ഉയർത്തും, ആ വലിയ പദവി തരാൻ പോവുകയാണെന്ന് പറഞ്ഞു. അച്ഛൻ പ്രത്യേകം ഒരുങ്ങണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി. ഞങ്ങൾ പിരിഞ്ഞു. ഞാൻ വണ്ടിയെ കയറിയപ്പോൾ മോനോട് പറഞ്ഞു, അച്ഛൻ താമസിയാതെ മെത്രാനാണെന്ന് പറഞ്ഞു. ഒറ്റ ആഴ്ച കഴിഞ്ഞില്ല, റോമിൽ നിന്ന് പ്രഖ്യാപനം വരുന്നു, ജോസഫ് സ്രാമ്പിക്കൽ അച്ഛനെ പ്രിസ്റ്റൺ രൂപതയുടെ മെത്രാനായിട്ട് പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രഖ്യാപിച്ചു. പിറ്റേ ദിവസം രാവിലെ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ രാവിലെ എന്നോട് എവിടെ ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യൻ ധ്യാനം നടക്കുക, എന്നോട് നാളെ രാവിലെ നാളെ ഞാൻ അവിടെ കുർബാന ചെല്ലുന്നെന്ന് പറഞ്ഞു. പിതാവ് ഒരു 9 മണിയായപ്പോൾ വന്നു. ഞങ്ങൾ സ്വീകരിച്ചു. അവിടുത്തെ ഹോളിൻ്റെ ഇരുന്നു. അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തി ജനത്തോട്. പിന്നെ മൈക്ക് കൊടുത്തു. അച്ഛനല്ല, ബിഷപ്പ്. പിതാവ് വർഷങ്ങൾക്ക് 8 വർഷം മുൻപ് ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലൂടെ സംസാരിച്ച മെത്രാനാകുമെന്നുള്ള അന്നത്തെ മെസ്സേജും അതിൻ്റെ കഴിഞ്ഞ ദിവസം എല്ലാ കാര്യങ്ങളും ആ ജനത്തോട് പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തി. ഹല്ലേലൂയ, സാക്ഷ്യപ്പെടുത്തി. അത് കഴിഞ്ഞ് കുർബാന ചൊല്ലി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് സന്തോഷമായിട്ടാണ് പോയത്. കൃത്യമായിട്ട് കർത്താവ് എന്ന മെസ്സേജ് 8ാമത്തെ വർഷം കർത്താവ് പൂർത്തീകരിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ നിഗൂഢമായ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നത് ഈ അച്ഛൻ മെത്രാനാണെന്നുള്ളത്. 8 വർഷം മുൻപേ കർത്താവ് എനിക്കത് വെളിപ്പെടുത്തി തരിക. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ, ഒരു വ്യക്തിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്ലാനിനെക്കുറിച്ചുള്ള നിഗൂഢ രഹസ്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. ഇത് വലിയ ഒരു അനുഭവമാണ്. ഇനി മറ്റൊരു അനുഭവം, ഒത്തിരി അനുഭവം ഉണ്ട്. ഒരെണ്ണം കൂടെ പങ്കുവയ്ക്കുക. ഓർത്തപ്പോൾ പറയുക, പല താമ്പൂരിൽ ഒരു ധ്യാനം നടക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കാൻ കൗൺസിലിംഗ് വന്ന പ്രാർത്ഥന കൂടെ ആരംഭിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ ലോഹയൊക്കെ ഇട്ട് ഒരച്ഛനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന കാണുക. അപ്പം ഞാൻ ചോദിച്ചു, അച്ഛനാകാൻ പോകാൻ അങ്ങനെ ആഗ്രഹമില്ല ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. പിന്നെ എന്നോട് പറഞ്ഞു, ചെറുപ്പത്തിൽ ആഗ്രഹമുണ്ടായിരുന്നു, അന്ന് വീട്ടിൽ സംഭവിച്ചില്ല. അപ്പോൾ അപ്പന് നിർബന്ധം ഉണ്ടായിരുന്നു, മക്കളൊക്കെ നല്ല വിദ്യാഭ്യാസം വേണം, അച്ഛനാകണേലും കന്യാസ്ത്രീയാണെങ്കിലും എന്തിനാണേലും PG കഴിയാതെ ആരെയും വിടത്തില്ലെന്ന് അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം PG കഴിഞ്ഞിട്ട് ഞാൻ ചെന്നെടുക്കുക. PG കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് ജോലി ചെയ്യാം. ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന് ആത്മാവ് പറഞ്ഞു, ഈ മകൻ അച്ഛനാകും. ദൈവത്തിൻ്റെ വിളിയാണ്. ഞാൻ പറഞ്ഞു, കർത്താവ് ഇങ്ങനെ പറയുന്നു, ഒരു വൈദികനാകാനുള്ള വിളിയാണ് കർത്താവ് ഇട്ടിരിക്കുന്നത്. ഈ ധ്യാനത്തിൽ നല്ലൊരു പ്രാർത്ഥിക്കണം, ദൈവത്തിൻ്റെ ആത്മാവ് വിളിക്കുകയാണെങ്കിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ മെസ്സേജുകളൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ധ്യാനം കഴിഞ്ഞു. ഞാനിങ്ങി പോന്നു. വർഷങ്ങൾ കഴിഞ്ഞു. പിന്നീട് ഒരു 15 വർഷം കഴിഞ്ഞു. കാഞ്ഞിരപ്പള്ളിയിൽ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അവിടുത്തെ സിസ്റ്റർ എൻ്റെ അടുക്ക് പറഞ്ഞു, ബ്രദറെ, ഇന്ന് കുർബാന ചെല്ലാൻ വരുന്നത് സാബു ബ്രദറിന് വളരെ അടുത്തറിയാവുന്ന ഒരു അച്ഛനാണ്. സാബു ബ്രദർ പറഞ്ഞ മെസ്സേജൊക്കെ അതുപോലെ പൂർത്തിയായ ഒരു അച്ഛനാന്ന് പറഞ്ഞു. പേര് പറഞ്ഞു. ഞാൻ ഓർക്കുന്നില്ലെന്ന് പറഞ്ഞു. കുർബാനയെല്ലാം അച്ഛൻ വന്ന് എന്നോട് ചോദിച്ചു, അറിയുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓർക്കുന്നില്ല. ഞാൻ അന്ന് താബോറിൽ വെച്ച് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു. അന്ന് ആ ധ്യാനത്തിൽ ഞാൻ ധ്യാനം കൂടി തീരുമാനിച്ചു വൈദികനാകുവാൻ. വീട്ടിൽ ചെന്ന് അപ്പൻ്റെ അനുവാദം മേടിച്ചു. എല്ലാവരും സംഭവിച്ചു. SJ ഈശോ സഭയിൽ ചേർന്നു. വൈദികനാണ്. അന്ന് കാഞ്ഞിരപ്പള്ളി ഈശോ സഭക്കാരുടെ സ്കൂളുണ്ട്, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ് ആയിരുന്നു ആ സമയത്ത്. അന്ന് കുർബാനയെല്ലാം വരുമ്പോൾ. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈശോ സഭയുടെ സുപ്പീരിയർ ജനറലായി ഈ വ്യക്തി. ഒന്ന് കൈയടിക്കാമോ? പ്രൈസ് ദി ലോർഡ്. സുപ്പീരിയർ ജനറലായിട്ട് പിന്നീട് ഈ അച്ഛൻ അവിടെ ദൈവം ഉയർത്തുകയാണ്. ഞാനിതൊക്കെ ഷെയർ ചെയ്ത് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും. നിങ്ങളുടെയും എൻ്റെയും ഭാവിയും നാളെയും എല്ലാം ദൈവത്തിനറിയാം, കൃത്യമായിട്ടറിയാം. ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തും എല്ലാ കാര്യങ്ങളും. അപ്പം നമ്മൾ അതിനുള്ള വഴിയെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥനയല്ലാതെ വേറെ ഒരു വഴിയും ഇല്ല. ഹല്ലേലൂയ.
നമ്മുടെ കൺവെൻഷനിലാണ് ഇപ്പോൾ അസാധാരണമായിട്ട് ദൈവപ്രവർത്തികൾ തൊടുന്നത് സൗഖ്യത്തിലേക്ക് കർത്താവ് നയിക്കുന്ന ഒരു അനുഭവമാണ്. ഇത് ദൈവത്തിൻ്റെ ആത്മാവാണ് ഇതെല്ലാം ചെയ്യുന്നത്. ദൈവത്തിന് മാത്രമാണ് മഹത്വം. യേശു ചെയ്യുന്നു, യേശുവിന് മഹത്വം. പ്രൈസ് ദ ലോർഡ്. എന്നെ ഒരു ഉപകരണമാക്കി ദൈവം ചെയ്യുന്നു, ദൈവത്തിനാണ് മഹത്വം. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നമുക്കിനി വീണ്ടും അല്പം കൂടെ വചനം കേൾക്കാം. വീണ്ടും പറയുന്നു, മനുഷ്യൻ്റെ അന്തർഗതങ്ങൾ അവൻ്റെ ആത്മാവല്ലാതെ ആരാണ് അറിയുക? അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. ദൈവത്തിൻ്റെ ചിന്തകൾ, ദൈവത്തിൻ്റെ പ്ലാനുകൾ, ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിന് മനസ്സിലാവും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് ആ നിഗൂഢ രഹസ്യങ്ങൾ പങ്കുവെച്ചു തരും, വെളിപ്പെടുത്തി തരും, നമ്മളെ മനസ്സിലാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാത്മാവില്ലാതെ മറ്റാർക്കും സാധ്യമല്ല. നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിൻ്റെ ആത്മാവിനെയല്ല, പ്രത്യുത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിനെ ആണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് അവിടുത്തെ ആത്മാവിനാണ്, ദൈവത്തിൻ്റെ ആത്മാവ്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ, ദൈവത്തിൻ്റെ പദ്ധതികൾ ഒന്നൊന്നായിട്ട് റിവീൽ ചെയ്യും, വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. കരമുയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് വ്യക്തിയാണ് എന്ന് തെളിയിക്കുന്ന വചനങ്ങളുണ്ട്. ഞാൻ അതേക്കുറിച്ച് ഒന്ന് പങ്കുവയ്ക്കുക. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ, 14-ാം അധ്യായം 15, 16, 17, എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ ദൈവം മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. മറ്റൊരു സഹായകൻ അതാരാണ്? പരിശുദ്ധാത്മാവ്. സഹായകനായ പരിശുദ്ധാത്മാവ്. യോഹന്നാൻ 14:26. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. പഠിപ്പിക്കും, അനുസ്മരിപ്പിക്കും. 16-ാം വചനം പറയുന്നു, മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കില്ല. കാരണം അത് അവനെ കാണുകയോ അവനെ അറിയുകയോ ചെയ്യുന്നില്ല. അവൻ എന്നാണ് പരിശുദ്ധാത്മാവിനെ യേശു വിളിക്കുന്നത്. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോട് ഒത്തു വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യുന്നു. 17-ാം വചനം, അവൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഒത്തുവസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യുന്നു. അവൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. യേശു പരിശുദ്ധാത്മാവിനെ സഹായകനെ അവൻ എന്നാണ് വിളിക്കുന്നത്. അത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ മുതൽ ഒരു വ്യക്തിയായിട്ടാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളായിത്തീരും. റോമ 8:14. ഹല്ലേലൂയാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ വീണ്ടും നമ്മൾ വായിക്കുന്നു 16-ാം അധ്യായത്തിൽ 12, 13, 14, 15 വചനങ്ങൾ. അവിടെ പരിശുദ്ധാത്മാവിനെ യേശു അവൻ എന്നാണ് പറയുന്നത്. ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. കാരണം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നിട്ടില്ല. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അടുത്ത വചനം ശ്രദ്ധിച്ചേ. അവൻ സ്വമേധയ ആയിരിക്കില്ല. ഉണ്ടോ? അവൻ പരിശുദ്ധാത്മാവാണ്. അവൻ സ്വമേധയ ആയിരിക്കില്ല സംസാരിക്കുന്നത്. വീണ്ടും അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. ഇപ്പം 4 മണിയെ അടുത്തത്, അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയാം, ഹല്ലേലൂയാം.
യേശുവേ നന്ദി, യേശുവേ സ്തുതി. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്, അതുകൊണ്ടാണ് എനിക്കുള്ളവെന്ന് സ്വീകരിച്ച് അവൻ നിങ്ങൾ പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത്. ഈ വചനഭാഗത്ത്, ഈ 4 വചനത്തിൽ 1, 2, 3, 4, 5, 6 തവണ പരിശുദ്ധാത്മാവിനെ അവൻ 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 എന്നാണ് യേശു വിളിക്കുന്നത്. അവൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി പരിശുദ്ധാത്മാവ് വ്യക്തിയാണെന്നുള്ളതിൽ വീണ്ടും തെളിവുകൾ ധാരാളമുണ്ട്. ഒരെണ്ണം കൂടെ പറയുന്നു. എഫേസോസ് 4:32 രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിന്നെ മുദ്രിതനാക്കിയ ദൈവത്തിൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. എഫേസോസ് 4:30 രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിന് വേദനിക്കുമോ? പറയുക, വേദനിക്കും. കാരണം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ഈ പാപം ചെയ്യുമ്പോൾ, അശുദ്ധിയിൽ ജീവിക്കുമ്പോൾ, അഹങ്കരിക്കുമ്പോൾ, മ്ലേച്ഛ പാപം ചെയ്യുമ്പോൾ, ലൈംഗിക പാപം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് വേദനിക്കുകയാണ്. വചനത്തിന് എതിരായിട്ട് ചിന്തിക്കുമ്പോൾ, ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് സങ്കടപ്പെടുക, വേദനിപ്പിക്കുക. രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിന്നെ മുദ്രിതനാക്കിയ പരിശുദ്ധാത്മാവിനെ ഒരിക്കലും വേദനിപ്പിക്കരുത്. ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല,